ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾ കാവലുള്ളതുകൊണ്ടാ പ്രതാപേട്ടനെ അവളും മകനും ഒന്നും ചെയ്യാത്തത്. ആരോഗ്യം വീണ്ടും കിട്ടുമ്പോ, റിക്കവർ ആവുമ്പോ പ്രതാപേട്ടൻ ഈ സത്യങ്ങളെല്ലാം ഓർക്കണം. ആരോടും പറയാതെ മരണത്തിന് കീഴടങ്ങാനായിരുന്നു മനസ്സിലെ ഉദ്ദേശം. അതേതായാലും ദൈവം അനുവദിച്ചില്ല. ഒരിക്കൽ എന്നോട് ഏട്ടൻ പത്നിയിടത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഏട്ടന്റെ മനസ്സ് മാറണമെന്നും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പായി. ഏട്ടൻ തിരികെ വന്നതോടെ ഏട്ടന്റെ അസുഖം മാത്രമല്ല, കഷ്ടകാലവും മാറും. ഞാനിപ്പോ ഒരു ഹോം നേഴ്സ് മാത്രം ശേഖര. പ്രതാപേട്ടന്റെ മകളെ പ്രസവിച്ച ഭാര്യയല്ല, വെറും ഹോം നേഴ്സ്. രോഗിയുടെ രോഗം മാറുന്നതോടെ ഞാൻ തിരികെ പോവും. സ്വബോധത്തോടെ ഇരുന്നപ്പോ പ്രതാപേട്ടൻ എന്റെ വാക്കുകളൊന്നും കേട്ടില്ല. എന്നെ ഒന്നും പറയാൻ അനുവദിച്ചതുമില്ല. ഇപ്പോ ഈ അവസരത്തിൽ എനിക്ക് ചിലതൊക്കെ പറയാൻ പറ്റും. ഞാൻ പറയുന്നത് പ്രതാപേട്ടന്റെ ഉപബോധ മനസ്സിലെങ്കിലും കിടക്കുന്ന വിശ്വാസത്തോടെ ഞാൻ പറയുന്നത്. ഇതൊരു കുമ്പസാരമല്ല, ചെയ്ത തെറ്റുകൾ ഏറ്റു പറയുന്നതാ കുമ്പസാരം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും പ്രതാപേട്ടൻ അവള് പറയുന്നത് വിശ്വസിക്കുകയും എന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ഞാൻ പ്രതാപേട്ടനെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വഞ്ചിച്ചിട്ടില്ല. ആ ജഗന്നാഥേട്ടൻ എനിക്ക് ഒരു കൂടപ്പറപ്പിനെ പോലായിരുന്നു. എന്നെയും പ്രതാപേട്ടനെയും തമ്മിൽ തെറ്റിച്ച് ഞാൻ പ്രസവിച്ച പ്രതാപേട്ടന്റെ കുഞ്ഞ് ഏട്ടൻ്റെതല്ലാന്ന് വരുത്തി തീർക്കാനുള്ള കള്ളക്കഥയാ അവള് പറഞ്ഞു വരുത്തിയത്. ഇതുപോലെ പ്രതാപേട്ടന്റെ കുഞ്ഞല്ലാന്ന് പറഞ്ഞു വരുത്തിയാല് ആ കുഞ്ഞിനെ പ്രതാപേട്ടൻ ഉപേക്ഷിക്കുമല്ലോ, സ്വത്തെല്ലാം അവൾക്ക് സ്വന്തമാക്കാമല്ലോ. എല്ലാം വെട്ടിപ്പിടിക്കാൻ വേണ്ടി അവള് നമ്മള് രണ്ടുപേരുടെയും ജീവിതം തകർക്കുമായിരുന്നു. ഈ സത്യം പ്രതാപേട്ടൻ തിരിച്ചറിയണം. ഇപ്പൊ അവള് മന്ത്രിയായി. ഒരു ബോംബ് സ്ഫോടനം ഒരുക്കി പ്രതാപേട്ടനെ വീഴ്ത്തി അവള് മന്ത്രിയായിരിക്ക. അവള് ദുഷ്ടയാ, വെറും ദുഷ്ടല്ല, പിശാചാ അവള്. അവള് പ്രതാപേട്ടനെ മാത്രമല്ല, നമ്മുടെ മോളെയും രാജുവിനെയും എന്നെയും കൊല്ലും. ഞങ്ങള് കാവലുള്ളതുകൊണ്ടാ പ്രതാപേട്ടനെ അവളും മകനും ഒന്നും ചെയ്യാത്തത്. ആരോഗ്യം വീണ്ടും കിട്ടുമ്പോ, റിക്കവർ ആവുമ്പോ പ്രതാപേട്ടൻ ഈ സത്യങ്ങളെല്ലാം ഓർക്കണം. അമ്മ എന്തിനാ കരയുന്നത്? തളർന്നു കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടിട്ട് എനിക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല മോളെ. അവള് ആ ദ്രോഹി ഞങ്ങളുടെ ജീവിതം തകർത്ത് കളഞ്ഞില്ലേ? അമ്മ കരയാതെ. ഈ മനുഷ്യനെ മകനാണെന്ന മട്ടില് കള്ളത്തരം പറഞ്ഞ് മയക്കി അവര് ചതിക്കുമല്ലായിരുന്നോ?
പ്രതാപേട്ടൻ ഒന്ന് എഴുന്നേറ്റാ മതിയായിരുന്നു. അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും മരിക്കാനും ഞാൻ തയ്യാറാ. അമ്മ ഞാൻ വാരത്തിരട്ടെ ചേട്ടാ. അത്രയും വലിയ സ്നേഹം വേണോ പ്രിയേ? എനിക്ക് ഈ മറ്റുള്ളവർ വാരിത്തരുന്നതേ ഭയങ്കര അറപ്പ. അറപ്പോ? ഞാൻ ഭാര്യയല്ലേ? എന്നാലും എനിക്ക് ഓക്കാനും വരും. അത് പോട്ടെ, അങ്ങോട്ട് ഉരുട്ടി ഉരുട്ടി കഴിക്ക്. ദേ ചിക്കനും കോഴിമുട്ടയൊക്കെ അങ്ങ് കഴിക്ക്. ദേ ഈ മുട്ടയൊക്കെ പ്രോട്ടീനാ. ഇനി മുതൽ എന്റെ ജേട്ടൻ പോഷകാഹാരങ്ങൾ കഴിക്കണം. മന്ത്രിയുടെ പുറകെ നടന്ന് നാട് മൊത്തം കറങ്ങാനുള്ളതല്ലേ. ഈ അസൂയാലുക്കൾ ഇതിന്റെ ഫാദർ മുതലക്കട പോയി വേണു ആശാനും ആശാത്തിയും തലക്കെട്ട് കൊട്ടുവടിക്ക് അടി കിട്ടിയ മട്ടില് അപ്പുറത്ത് അന്യോന്യം നോക്കി ഇരിപ്പുണ്ട്. മൈൻഡ് ചെയ്യണ്ട. പിന്നെ മന്ത്രിസഭയിലെ വിശേഷങ്ങൾ പറ ചെയ്യട്ടെ. എല്ലാ മന്ത്രിമാരെയും കണ്ടോ? സംസാരിച്ചോ? ആ മുഖ്യമന്ത്രിയെ മയക്കെ കയ്യിലെടുത്തോണേ. ഈ ഒട്ടകത്തിന് കിടക്ക ഇടം കൊടുത്താലേ പിന്നെ പറയണോ പ്രിയേ? ഈ മന്ത്രിമാരെയൊക്കെ മൊത്തം മയക്കി ഞാൻ കയ്യിലെടുക്കും. ദേ 10 കാശുണ്ടാക്കാൻ പറ്റിയ അവസരം ഇപ്പൊ ഒത്തു വന്നിരിക്കുന്നെ. കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കൈക്കൂലി വാങ്ങിച്ചേക്കണം. ഇറങ്ങി എങ്ങ് കൊയ്തേക്കണം. കൊയ്യും ഞാൻ, ഉഴുതും മറിക്കും ഞാൻ. നീ മൂന്നാറിലെ നെല്ലിയാമ്പലിയിൽ മേഘാമലയിലൊക്കെ കുറെ എസ്റ്റേറ്റൊക്കെ നോക്കി വെച്ചോ, നമുക്ക് മേടിക്കാം. നമുക്കേ കമ്പത്തും തേനിയിലൊക്കെ കുറച്ച് മുന്തിരിത്തോട്ടം മേടിക്കാം. കൊള്ളാം. ഒഴിവുള്ളപ്പോ നമുക്ക് 2 പേർക്കും കൂടി ഈ മുന്തിരിത്തോപ്പുകളിലൊക്കെ രാപ്പാർക്കാം. അതുള്ള ആ പിന്നെ ഇനി മുതൽ ഞാൻ ജേട്ടന്റെ ഫുഡിന്റെ രീതികളൊക്കെ ഒന്ന് മാറ്റാൻ പോവാ. കേക്കട്ടെ. രാവിലെ ബദാം പരിപ്പ് അരച്ചു കലക്കിയ 1 ഗ്ലാസ് പാല്, ചുട്ട 2 ഏത്തപ്പഴം, പുഴുങ്ങിയ 4 കോഴിമുട്ടയുടെ വെള്ള, പിന്നെ 2 ഇഡ്ഡലി. ഓക്കേ. ഉച്ചക്ക് പിന്നെ മന്ത്രിസഭയിൽ നിന്നായിരിക്കുമല്ലോ ഊണ്. നെയ്മീനെ കഴിക്കാവൂ, മട്ടനും. വൈകിട്ട് ഡ്രൈ ഫ്രൂട്ട്സ്, കശുവണ്ടി, കപ്പലണ്ടി, ഈന്തപ്പഴം, മത്തക്കുരു, വാൾനട്ട്, ആപ്പിള്. പ്രിയേ, ഞാൻ ഈ കാശൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അപ്പോ ഈ പിരിമുറുക്കൊക്കെ കഴിഞ്ഞ് വരുമ്പം വിശ ഒരു 2 എണ്ണം. ഒരു കാര്യം ചെയ്, സ്കോച്ച് വിസ്കി വാങ്ങിച്ചു വെക്കാം. വൈകിട്ട് ഞാൻ ഒഴിച്ചു തന്നോളാം. കഷായം പോലെ 2 എണ്ണം മതി. അത് മതി.